ഓടി വന്ന് കയറി ചാടി ഒന്ന് കണ്ടു, അത്രേ ഉള്ളൂ. മൂവി ഇഷ്ടപ്പെട്ടു. സ്റ്റോറി ഇങ്ങനെ ഇതിന് മാത്രം റിയൽ സ്റ്റോറി എവിടെ നിന്ന് കിട്ടുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. മികച്ച തിരക്കഥയ്ക്കുള്ള നാഷണൽ അവാർഡ് കിട്ടിയ ആളാണ് ഷാഹിർ കബീർ. അതും നായാട്ട് എന്ന സിനിമയ്ക്ക്. അതും ഒരു പോലീസ് ചിത്രമായിരുന്നു. ഇപ്പോൾ മറ്റൊരു പോലീസ് ചിത്രമായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. നൈറ്റ് പെട്രോളിങ്ങിനെ ബേസ് ചെയ്തുള്ള ഒരു കഥയാണ് റോന്ത് എന്ന് പറയുന്നത്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ദിലീഷ് പോത്തനും റോഷൻ മാത്യൂസുമാണ്. സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകർക്ക് നമുക്ക് അവരുടെ അഭിപ്രായം ചോദിക്കാം. എങ്ങനെയുണ്ട് പടം? ഷാഹി കബീറിൻ്റെ കരിയർ ബെസ്റ്റ് ഇതുവരെയുള്ള ഏറ്റവും കൂടുതൽ പടം. അന്യ എഴുത്തും അന്യ എക്സിബിഷനും അന്യ എത്തിയും ഒരു ഷോക്കാണ് പടം. നായാട്ടാണ് പുള്ളിയുടെ കരിയറിലെ ഏറ്റവും നാഷണൽ അവാർഡ് കിട്ടിയ പടമാണ് നായാട്ട്. പുള്ളിക്ക് സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിന് അതിൻ്റെ ഒരു അല്ല ഞാൻ കൂടുതൽ പറയുന്നത് സ്പോയിലറായി. അത് നിങ്ങൾ ഇത് വേറെ റേഞ്ചാണ് ആണല്ലേ. നമുക്ക് ഒരു അഭിമാനത്തോടെ എടുത്തു വയ്ക്കാം. നമുക്ക് മലയാള സിനിമയെന്ന് പറഞ്ഞു അത്തരത്തിലുള്ള എഴുത്ത് എക്സിക്യൂഷനും ഗംഭീര സിനിമാറ്റോഗ്രാഫി, ഗംഭീര സൗണ്ട് ഡിസൈൻ എല്ലാം. പടം അപ്പോൾ ഒരു ഹിറ്റായിരിക്കും. ദിലീപിയുടെ പൂഞ്ചിറയ്ക്ക് ശേഷവും ഉള്ളൊരു പടമാണ്. എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. പുള്ളിയുടെ റൈറ്റിങ് ഭയങ്കര കിടിലമാണ്. എന്ന് പറഞ്ഞാൽ പ്രീവിയസ് എനിക്ക് ഓഫീസർ ആൻഡ് ഡ്യൂട്ടിയുടെ അത്രയ്ക്ക് വർക്കാവാത്ത സിനിമയാണ്. ബട്ട് ഏകദേശം നായാട്ടിൻ്റെ അത്ര ലെവലുള്ള സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത് റൈറ്റിങ്ങിൽ. ബാക്കി ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഉണ്ട്, എഡിറ്റിംഗ്, ക്യാമറ, ഈ വിഷ്വൽ ഡിപ്പാർട്ട്മെൻറ്റ്, സിനിമാറ്റോഗ്രഫി ആയാലും എഡിറ്റിംഗ് ആയാലും എല്ലാം അടിപൊളിയായിരുന്നു. ദിലീഷ് പോത്തൻ നല്ല പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ മൊത്തത്തിൽ അടിപൊളിയാണ്. പടം അങ്ങനെയുണ്ട്. ഷാഹിർ കബീർ ഒരു പ്രോമിസിംഗ് ഡയറക്ടർ എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. കാരണം ആ റേഞ്ചിലാണ് ഈ പടം എടുത്ത് വെച്ചിരിക്കുന്നത്. എലവേറ്റ പുഞ്ചന നായർ പോലീസ് സ്റ്റോറി ഇങ്ങനെ ഇതിന് മാത്രം റിയൽ സ്റ്റോറി എവിടെ നിന്ന് കിട്ടുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. കാരണം അത്രയ്ക്ക് സൂപ്പറായിട്ട് പടം ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സ് ഒക്കെ നമുക്ക് ഹാർട്ട് ടച്ചിങ്ങും ഭയങ്കരമായൊരു ഫീല് വരും. മനസ്സ് നമുക്ക് എന്തൊക്കെയോ പോലൊരു നായാട്ട് കണ്ടിറങ്ങുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അതേ റേഞ്ചിലാണ് ഈ ക്ലൈമാക്സ് നമുക്ക് വന്നിരിക്കുന്നത്. നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ആ റേഞ്ച് സൂപ്പറായിട്ട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ടെസ്റ്റും കാര്യങ്ങളൊന്നും ഒരു സാധാരണ ഒരു പടം, ഒരു പോലീസുകാരുടെ ലൈഫ് എന്താണോ അത് അതുപോലെ എടുത്തിരിക്കുന്നത് സാധാരണ ഒരു പടം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ നമ്മളെ ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടി അതുപോലെയൊക്കെ ഒരു ക്രൈം ത്രില്ലർ അല്ല. സാധാരണ രീതിയിലൊരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് അതിൽ പോലീസുകാർ ഉൾപ്പെട്ട് അവരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഒരു പോലീസുകാരനായിട്ട് ജീവിക്കുന്നത് മരിക്കുന്നത് എങ്ങനെയാണ്, അവർ അനുഭവിക്കുന്ന വേദനകൾ, ബുദ്ധിമുട്ട് എല്ലാം ഷാഹിർ കബീർ അത്രയും റിയലിസ്റ്റിക് ആയിട്ട് എടുത്തിട്ടുണ്ട്. തിയേറ്ററിൽ കാണാൻ പറ്റിയ ഒരു മസ്റ്റ് വാച്ച് പണം തന്നെ പറയാം. ഓരോ സീൻസും എല്ലാം അതിനനുസരിച്ച് അവർ ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് വൈസ് ആണെങ്കിൽ എല്ലാം അതിന് ഒരു രക്ഷയില്ല. കുറ്റം പറയാൻ മാത്രം ഒന്നുമില്ല ഈ പടത്തിൽ. ഇനി ഷാഹിർ കബീർ ഒരു പടം എന്ന് പറഞ്ഞാൽ പേര് മാത്രം മതി. പടം കാണാൻ വേണ്ടിയുള്ള ഒരു പ്രോമിസിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഷാഹിർ കപൂറിന്റെ രണ്ടാമത്തെ ഡയറക്ടോറിയൽ പരിപാടിയാണ്, രണ്ടാമത്തെ പടമാണ്. ഓടിച്ചാടി വന്ന് കയറിയതാ. ആണോ? ഈ മഴയത്ത് ഓടിച്ചാടി കയറി വന്നപ്പോഴത്തേക്കും വെറുത്താണോ പടം? വേർത്താണ് 2 മണിക്കൂറിനുള്ളതുണ്ട്. ആദ്യം നെഗാവെന്ന് വിചാരിച്ചു, പക്ഷെ പൊളിയാ, നല്ല ത്രില്ലിംഗ്. കാരണം പുള്ളി ഒരു നാഷണൽ അവാർഡ് വിന്നിംഗ് സ്ക്രിപ്റ്റ് റൈറ്ററാണ്. സ്ക്രിപ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? കാരണം അതൊക്കെയാണല്ലോ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത്. ഓടി വന്ന് കയറി ചാടി ഒന്ന് കണ്ടു, അത്രേ ഉള്ളൂ. മൂവി ഇഷ്ടപ്പെട്ടു, അഭിനയം എല്ലാം സൂപ്പർ. ശരി, ഓക്കെ. ഇതുവരെ മലയാളത്തിൽ കാണാത്തൊരു ജോണർ ആയിരിക്കും നൈറ്റ് പെട്രോളിംഗ് എന്ന് പറയുന്നത്. അത് എത്രത്തോളം കൺവിൻസിംഗ് ആയിട്ടായിരിക്കും? ഉഗ്രനായിട്ട് തന്നെ കൺവിൻസ് ചെയ്തിട്ടുണ്ട്. നൈറ്റ് പെട്രോളിംഗ് ബേസ്, അതായത് നമുക്ക് ഇതുവരെ കണ്ട നമുക്ക് ഈ ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ രീതിയിലാണ് പുള്ളി. അത് നമുക്ക് ആദ്യമേ പുള്ളി തന്നെ പറഞ്ഞു ത്രില്ലറോ ജോണറോ അല്ല, നോർമലായിട്ടുള്ള സ്റ്റോറിയാണ്. അതേപോലെ പുള്ളി പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് എങ്ങനെയാവും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ഉഗ്രനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ആയാലും സെക്കൻഡ് ഹാഫ് അതിനെക്കാട്ടിലും നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ക്ലൈമാക്സ് ഒക്കെ നമുക്ക് അത്യാവശ്യം സെൻറ്റിമെൻറ്റ് രീതിയിലൊക്കെ പോകുന്നുണ്ട്. ഉഗ്രനായിട്ട് ചെയ്തിട്ടുണ്ട്. ആ കാസ്റ്റിംഗ് ഒക്കെ ഉഗ്രനാണ്. ദിലീഷ് പോത്തനായാലും റോഷനായാലും എല്ലാവരും ഉഗ്രനായിട്ട് ചെയ്തിട്ടുണ്ട്. കാസ്റ്റിംഗ് എല്ലാം ഉഗ്രനാണ്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കുഞ്ഞായാലും അല്ലാതെ നമ്മുടെ ആങ്കർ മിഥുൻ ചേട്ടൻ്റെ വൈഫായാലും എല്ലാവരും നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഉഗ്രൻ പടമാണ്.